ഓക്കെ, ജോഷി കുര്യനിലേക്ക് വന്നാൽ ജോഷി കുര്യൻ ഇപ്പോൾ തന്ത്രങ്ങൾ എന്താണ്, പൊതുവിലയിരുത്തൽ എന്താണ് എന്നത് ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു. അറിയേണ്ടത് 131 ഭരണഘടനാ ഭേദഗതി ബില്ലിനെ കുറിച്ചാണ്. അപ്പോൾ മണ്ഡല പുനർനിർണയത്തിനുള്ള ഫ്രീസ് ആ കാലഘട്ടം കൂടി നമ്മൾ പരിഗണിച്ചുകൊണ്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ സംവരണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം, ആ ഫ്രീസ് നീക്കം ചെയ്യാൻ എന്ന് പറയുമ്പോൾ ആ ഫ്രീസിനെ എങ്ങനെയാണ്, ആ നീക്കം ചെയ്യുന്നതിനെ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് സാധിക്കുക? സുജയ, നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്ക് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഒരു ഭാഷ, ഹിന്ദി ഏക ഭാഷയായി മുന്നോട്ട് കൊണ്ടുപോകുക തുടങ്ങിയ ഒരുപാട് നീക്കങ്ങൾ NDAയുടെ ഭാഗത്തു നിന്ന്, BJPയുടെ ഭാഗത്തു നിന്ന് പരസ്യമായും രഹസ്യമായും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അതിനെ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ പല ഘട്ടങ്ങളായി ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം ഉദ്ദേശമെന്ന് പറയുന്നത് രാജ്യത്താകമാനം BJPയുടെയും NDAയുടെയും ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് ഈ പ്രതിപക്ഷ കക്ഷികളടക്കം കോൺഗ്രസ് അടക്കം പലപ്പോഴായി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി ഇപ്പോഴത്തെ നിലപാടുകളെയും നയങ്ങളെയും ഒക്കെ തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ പറയുന്ന 2023 പാസ്സാക്കിയതാണ് ഈ പറയുന്ന ഈ നാരീശക്തി, ഈ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുക എന്ന് പറയുന്നത് 2023 പാസ്സാക്കിയതാണ്. ഞാൻ ഇന്ന് ആനി രാജയുടെ ഒരു ലേഖനം, എനിക്ക് തോന്നുന്നു മലയാള മനോരമ ദിനപത്രത്തിലാണ്, ആനി രാജയുടെ ഒരു ലേഖനത്തിൽ തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഈ സംവരണം നടപ്പാക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? ഈ സംവരണം നടപ്പാക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ തന്നെ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടും മണ്ഡല പുനർനിർണയവുമായൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ജോഷി, നമുക്ക് കുറച്ചുകൂടി ഇതിലേക്ക് സ്പെസിഫിക് ആയി വന്നു കഴിഞ്ഞാൽ മണ്ഡല പുനർനിർണയം നടപ്പാക്കി സീറ്റെണ്ണം കൂട്ടിയിട്ട് 1/3 കൊടുക്കാം, അങ്ങനെയുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നല്ലോ. സ്വാഭാവികമായും ശരിയാണ്. കാരണം ഈ 848 സംതിങ് അത്തരം സീറ്റിലേക്ക് വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അതിൽ നിലവിലുള്ള അംഗങ്ങൾക്ക്, പുരുഷ അംഗങ്ങൾക്ക് സ്വാഭാവികമായും നഷ്ടമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. അതിനപ്പുറത്താണ് പുതിയ സീറ്റുകൾ ഈ മണ്ഡല പുനഃക്രമീകരണത്തിലൂടെ അല്ലെങ്കിൽ പുതിയ സംവരണത്തിലൂടെ രൂപീകരിക്കപ്പെടുന്നത്. അതുവഴി എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യമാണ് സ്വാഭാവികമായും ഉയർത്തപ്പെടുന്നത്. അതായത് 33% സംവരണം അല്ലെങ്കിൽ തുല്യ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ സംവരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൊണ്ടുവരുന്ന ഈ വനിതാ സംവരണത്തിലൂടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന നീക്കത്തിലൂടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പാർലമെന്റിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ സ്ത്രീ സംവരണം ഉറപ്പാക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നതിന് അത് ഇരട്ടത്താപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ആനി രാജ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം. അതായത് നിലവിലുള്ള പുരുഷാംഗങ്ങളുടെ എണ്ണം ഉറപ്പാക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് സംവരണം ഉറപ്പാക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് BJP കൊണ്ടുവരുന്നത്. അങ്ങനെ BJPയും NDAയും അത്തരത്തിൽ കൊണ്ടുവരി ഇരട്ടത്താപ്പ് മാത്രമല്ല, സ്വാഭാവികമായും തങ്ങളുടെ ഭരണക്രമം രാജ്യത്ത് തങ്ങളുടെ ഭരണക്രമം അത് സ്ത്രീ സംവരണത്തിന് മറവിൽ ഡീലിമിറ്റേഷനിലൂടെ തങ്ങളുടെ രാജ്യത്ത് ഉറപ്പാക്കുക, അതായത് തുടർന്ന് ഉറപ്പാക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശമാണ്. 2029 ഒരു തെരഞ്ഞെടുപ്പ് വിജയം കൂടി ഇതിന് പിന്നെ, ക്ഷമിക്കണം, 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലേക്ക് കടന്നു കയറുക എന്നൊരു ലക്ഷ്യം കൂടി, ദീർഘലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ജോഷി, ഞാൻ അടുത്ത